നോമ്പും കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് കടികളുടെ ഒരു കൂമ്പാരം തന്നെ കണ്ട് നിങ്ങൾക്കൊക്കെ മടുത്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു റെസിപ്പി എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്നാൽ ഞാൻ പറയട്ടെ, ഇത് ആ ഒരു സമയം പിടിച്ചു വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കഷ്ടപ്പെട്ട് നമ്മൾ പിടിച്ചെടുക്കുമ്പോൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കതൊരു ടെൻഷൻ തന്നെ. വീഡിയോ ഒക്കെ ഇഷ്ടംപോലെ പിടിച്ചു വെച്ചിട്ടുണ്ട്, ഫോൺ ഫുള്ളാവാനായിട്ടുണ്ട് കേട്ടോ. എഡിറ്റ് ചെയ്യാനും അതേപോലെ വോയിസ് കൊടുക്കാനും ഒന്നും സമയം കിട്ടുന്നില്ലാന്നേ. ഞാൻ കുറച്ച് ഉള്ളി ഒന്ന് ഉപ്പിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഇവിടെ ചിക്കന് മഞ്ഞൾപ്പൊടിയും അതേപോലെ കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ വാട്ടിയ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, മഞ്ഞൾപ്പൊടിയും അതേപോലെ കുരുമുളകിൻ്റെ പൊടിയും പെരിഞ്ജീരകവും എല്ലാം ഇട്ടൊന്ന് സെറ്റാക്കി എടുക്കുക കേട്ടോ. കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. സമൂസൻ്റെ റെസിപ്പി ഒന്നും അറിയാത്ത പോലും ഉണ്ടാവില്ല. അപ്പോൾ ഈ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സമൂസ എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിലൊരു മേക്കർ, സമൂസ മേക്കർ കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഒറ്റയടിക്ക് ഈസി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ അങ്ങോട്ട് ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ച് ഞാൻ ആ ഒരു മേക്കർ വാങ്ങി. അപ്പോൾ ഏതായാലും അത് വെച്ചിട്ട് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ആ ഒരു പിന്നെ ചിക്കൻ ഞാനൊന്ന് മിക്സിയിലടിച്ച് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ടേ. അല്ലെങ്കിലും വീഡിയോയിൽ കാണുമ്പം അതും ഇതൊക്കെ ഇങ്ങനെ വാങ്ങിക്കൂട്ടി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മൾ വിചാരിച്ചപ്പോൾ ഒട്ടാവുകയില്ല. അപ്പോൾ 3-4 വട്ടം ഞാനത് ട്രൈ ചെയ്തതിന് ശേഷമാണ് കേട്ടോ എനിക്കതൊരു ലെവലായി വന്നത്. സത്യം പറഞ്ഞാൽ ഞാനത് പെട്ടു, പൈസ പോയി എന്നൊക്കെ വിചാരിച്ച ഇതിലും നല്ല നമ്മൾ മേക്കറില്ലാതെ സാധാരണ പോലെ ഉണ്ടാക്കാൻ നല്ലതെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. ചപ്പാത്തി ആയാലും പത്തിരി ആയാലും ഒക്കെ ഈ ഒരു കോയലുമ്മൽ പരത്തിയെടുക്കുക എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട്, ചെറുതൊക്കെ പരത്തിയെടുക്കാൻ കഴിയും, വലുതാകുമ്പം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കഴിയില്ല കേട്ടോ. അതിനോട് തന്നെ ഇതേപോലത്തെ ഒരു സിലിക്കോണിൻ്റെ ഞാനൊരു ചപ്പാത്തി പരത്തുന്ന ഈ ഒരു സംഭവം വാങ്ങിയിട്ടോ. ഞാൻ കുറച്ച് പത്തിരിപ്പൊടി ഇട്ടാണ് കേട്ടോ പരത്തി കൊടുക്കുന്നത്. അതാകുമ്പോൾ സമൂസ നല്ല ക്രിസ്പി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതാ ഞാൻ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ടേ. നമ്മളെ സമൂസ മേക്കർ എന്ന് പറയുമ്പോൾ അതാ ഈ ഒരു സംഭവമാണ് കേട്ടോ. 10-22-24 ഇതിൽ ഒറ്റയടിക്ക് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതാ ഇത്രയും വലുപ്പത്തിൽ പരത്തിയെടുക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കഴിയുന്നില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ഇതിൽ വെച്ചപ്പോൾ എനിക്ക് ഈസി ആയിട്ട് പരത്താൻ കഴിയും കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ 2-3 പ്രാവശ്യം ഉണ്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഇത് പിന്നെ എനിക്ക് റെഡിയായി വന്നത്. അപ്പോൾ ഇതാ ഞാനിതിൽ ഇതേപോലെ ഒന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, മസാല ഇതിലേക്ക് ഇതേപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് നുള്ളിയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഓവർ മസാല വെക്കാൻ പാടില്ല കേട്ടോ, കാരണം ഇത് വളരെ നൈസായിട്ടാണ് കിട്ടുക. അപ്പോൾ നമ്മളൊന്ന് പരത്തിയെടുക്കുമ്പോൾ പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അതേപോലെ ചിക്കന് നമ്മൾ ഈ മിക്സിയിലിട്ട് അടിച്ച് തന്നെ എടുക്കുക, അല്ലാതെ നമ്മൾ പിച്ചിട്ടാലൊക്കെ ഇത് പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ എല്ലാം ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഒരു പത്തിരിയും കൂടി ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ എല്ലാം വെച്ചിട്ടുണ്ട്. അതിന് ശേഷം വെറുതെ ഒരു ധൈര്യത്തിന് കുറച്ച് പത്തിരിപ്പൊടിയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുകയാണ് കേട്ടോ. രണ്ടും കൽപ്പിച്ചതാ ഇതേപോലെ വിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം എല്ലാ സൈഡും നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം സൈഡൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. വലിച്ചെടുത്താൽ ചിലപ്പോൾ ഒന്നായിട്ട് പോരാൻ ചാൻസ് ഇട്ട് കത്തി വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനെല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ടും കൽപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നോക്കാം, അതാ മറിച്ചിട്ടിട്ട് ഒന്ന് പൊട്ടിപ്പോയി കേട്ടോ. കൂടുതലൊന്നുമില്ല, ഒന്ന് അതിൽ കുറച്ച് ഓവർ മസാല ആയിപ്പോയി കേട്ടോ. അതുകൊണ്ടാണ് ഒന്ന് ഇതേപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഇതിലേക്ക് തൊഴിഞ്ഞ് വരും കണ്ടോ. ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് 3-4 വട്ടം ട്രൈ ചെയ്തതിലാണ് കേട്ടോ റെഡി ആയത്. എന്താ വെച്ചാൽ എൻ്റെ മാവ് ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ച് കുറച്ച് ലൂസായിപ്പോയി, അതുകൊണ്ടായിരുന്നു റെഡി ആവാഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തപ്പോൾ എനിക്ക് ഇത് നല്ല ഈസി ആയിട്ട് കിട്ടി കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ സൈഡ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. നേരത്തെ കുറച്ച് പൊരിച്ചെടുത്തു കേട്ടോ. മക്കൾ ആകെ ഇടങ്ങാറാക്കുക, അപ്പോൾ അവർക്ക് കുറച്ച് പൊരിച്ചു കൊടുത്ത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പൊടിയാണ് എണ്ണയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം കൂടി പൊരിച്ചെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് തന്നെയല്ല നല്ല സൂപ്പറായിട്ടുള്ള നൈസായിട്ടുള്ള തൊലിയാണ് കേട്ടോ ഇതിന് വരിക. അപ്പോൾ 160 രൂപയുള്ളെങ്കിലും നമ്മൾ ആ ഒരു സമൂസ മേക്കർ വാങ്ങിയിട്ട് അത് ഉപയോഗപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ടെൻഷനല്ലേ. അപ്പോൾ ഞാൻ വീണ്ടും ട്രൈ ചെയ്ത് നോക്കിയപ്പം എനിക്കത് ഓക്കെ ആയിട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടി. അപ്പോൾ ഇതുപോലെ സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഓൺലൈനായിട്ട് വാങ്ങിയിട്ട് നമുക്ക് ഉപയോഗപ്പെടാതെ പെട്ടുപോയ ആൾക്കാരുണ്ടോ, കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അതെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.